ഹായ്. അപ്പം ഇന്ന് ചെറിയൊരു നോമ്പുതുറ ഉണ്ട് കേട്ടോ. വേറെ ആരെയല്ല, ഇക്കാൻ്റെ ഫ്രണ്ട്സുകളാണ്. അപ്പോൾ ഒരു 8 പേര് ഇന്ന് നോമ്പറക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നീബുവിൻ്റെ 2 കൂട്ടുകാരന്മാരും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണു ഞാൻ ചിക്കന് മസാല തേച്ച് വെക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടോ. അതിന് ഒരു 10-15 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതാക്കണു ഞാനെടുത്ത് പൊരിച്ചാണ്. ഞാൻ വിറകടുപ്പത്താട്ടോ ഈ ചിക്കൻ പൊരിക്കാൻ നിൽക്കണത്. കാരണം ഗ്യാസ് ആക്കണു കിട്ടണില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, കുറച്ച് തോനെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വിറകടുപ്പത്തേക്ക് ഓടുന്നത് കേട്ടോ. ഇനി ഇവിടെ കിടന്നിട്ടാണ് പൊരിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാക്കണു ഞാൻ പൊരിഞ്ഞതൊക്കെ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ പൊരി ഒക്കെ കഴിഞ്ഞ് ഞാനിതാക്കണം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള അരിയുമ്പോൾ എനിക്ക് കണ്ണിന്ന് അങ്ങോട്ട് വെള്ളം വരും കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാട് പറഞ്ഞു എനിക്ക് സവാള അരിഞ്ഞ് തരുമോ വെച്ച് കണ്ട് ഉമ്മ കേട്ടോ എനിക്ക് സവാള ഒക്കെ അരിഞ്ഞ് തരുന്നത്. അങ്ങനെ ഞാനിതാക്കണം ചോറൊക്കെ വെന്ത് അത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ബീഫ് ഞാൻ മസാല ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ മീതായിട്ട് ഞാൻ ചോറിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ ഒന്ന് വറുത്ത് കോരി വെച്ചതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ പണിയൊക്കെ അമ്മ കേട്ടോ എനിക്ക് ചെയ്തു തരുന്നത്. അങ്ങനെ ബിരിയാണി ഞാൻ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സാലഡൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ തകണു ഉള്ളി, കക്കരിക്ക, ക്യാരറ്റും മുളക് അതും കൂടെ ഇട്ടിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് തൈര് പാർന്ന് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതവണ ഇളക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തകണ ഞാൻ സമൂസ പൊരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക കുറച്ച് എണ്ണക്കടി ഷോപ്പിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സമൂസ ആയിട്ട് ഇവിടെ പൊരിക്കണുള്ളൂ. അപ്പോൾ ഇക്ക ഷോപ്പ് പോയിട്ടുണ്ട്, ഇക്കാൻ്റെ ഷോപ്പിലേ. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഇക്ക ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലത്. പിന്നെ വന്നതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് എണ്ണക്കടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാക്കണം വത്തക്ക വെച്ചിട്ടാട്ടോ ഇന്ന് വെള്ളം ഉണ്ടാക്കണത്. അതേപോലെ ഞാൻ നാരങ്ങ വെച്ചിട്ടും വെള്ളം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വത്തക്ക ഇനി ജ്യൂസ് അടിക്കട്ടെ. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇക്കാൻ്റെ നിബുവിൻ്റെ ഫ്രണ്ട്സുകളാക്കണു ഇക്കാൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. ഒരു പുറത്ത് അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിബുവിൻ്റെ ഫ്രണ്ട്സുകളും ഇക്കി എല്ലാവരും കൂടെയാണ് ഇതാക്കണു ഒക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ഏകദേശം ബാങ്ക് കൊടുക്കാൻ വേണ്ടി സമയമായിട്ടുണ്ട് കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ താഴത്താട്ട വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്ഥലം ഉണ്ടാവല്ലോ. ഇക്കാൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ 8 പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത് കേട്ടോ. ഫുഡ് ഇതാക്കണം ബിരിയാണി, നല്ല ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും സാലഡും ഒക്കെയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.